എല്ലാം തീർന്നിടും ദൈവനിയമം പാലിച്ച തൂണിലും കുറുമ്പിലും നാരിലും ഞരമ്പിലും ഹൃദയ സരസിനും ഇതാ കടന്നു വരികയാണ്. പൂരത്തിന്റെ കേളികൊട്ട് ഉയർന്നു. ഞാൻ സൂര്യൻ ഉദിച്ചുയരുന്നു. ആത്മലോകം ആനന്ദസാഗരത്തിൽ ആരാടുകയായി. ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ കൊടിപൂരം കൊറ്റാർകാവ് മഹാസമാധിയിൽ ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര കടന്നുവരികയാണ്. കൊടി, മുത്തുക്കുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ഛായാചിത്രം എഴുന്നള്ളിച്ചുകൊണ്ട് രഥവാഹനത്തിന്റെ അകമ്പടിയോടുകൂടി മാവേലിക്കര കൊറ്റാർകാവ് മഹാസമാധി സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കടന്നു വരികയാണ്. കലിയുഗ ഖഡ്ഗയുടെ പുണ്യമാഹാത്മ്യം ആത്മബോധം എന്ന നിത്യ ചൈതന്യത്താൽ ഉത്ഭവിച്ച് ഉറവ പറ്റാത്ത ആത്മീയ ജ്ഞാനത്താൽ ആത്മലോകത്തിലെത്തി ആനന്ദമായി പരമാനന്ദമായി പരിലസിച്ച് പരന്മാരുടെ അകതാരിൽ അവതാരമായി നിന്നിൽ മറമായിരിക്കുന്ന അറിവുകളെ നീ അറിയണം. നീ ആരാണ്? നിന്നിലുള്ളത് ആരാണ്? സാക്ഷാൽ സർവേശ്വരൻ കുടികൊള്ളുന്ന ഹൃദയമുള്ള ഓരോ മനുഷ്യ ആത്മാക്കളെയും ആത്മബോധികളാക്കി ജ്ഞാനമുള്ളവരാക്കി മാറ്റുന്ന ആത്മബോധോദയ സംഘം. ആ ആത്മബോധോദയ സംഘസ്ഥാപകൻ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു. അതിലും വലുതായൊന്നും ഈ ഭൂമിയിൽ കാണുന്നില്ല. അവതാര പുരുഷനായ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ജന്മനക്ഷത്ര മഹോത്സവം പൂരം തിരുനാൾ മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധിയിൽ ആഘോഷിക്കുന്നു. സൃഷ്ടി പരലോകമാകുന്നു. ഞാൻ ആത്മബോധമാകുന്നു എന്നീ അറിവുകൾ ആത്മബോധത്തിലൂടെ മാനവരിലേക്ക് പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മഹാസമാധിയിൽ ആഘോഷിക്കുന്നു. ജാതി, മതം, വർഗം, വർണ്ണം, കറുപ്പ്, വെളുപ്പ്, ദേശം, ഭാഷ, സംസ്കാരം, ഉള്ളവനും ഇല്ലാത്തവനും ഇത് എന്ത് ലോകം? എല്ലാത്തിനെയും ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണുവാൻ പഠിപ്പിക്കുന്ന സത്യാദർശം ഇത്. ആത്മലോകത്തിന് ലഭിച്ച അത്ഭുത ദർശനം ആത്മബോധോദയ സംഘം. ആ ആത്മബോധോദയ സംഘ സ്ഥാപകൻ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ കൊറ്റാർകാവ് മഹാസമാധിയിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്. പുരാണങ്ങളിൽ ഇല്ലവൻ, ഗ്രന്ഥങ്ങളിൽ ഇല്ലവൻ, പുതുചരിത്രം രചിച്ചവൻ, പുണ്യപുരുഷൻ, പൂരം പിറന്ന പുണ്യാത്മാവ് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143ാമത് ജന്മനക്ഷത്ര ഘോഷയാത്ര മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധിയിൽ നിന്നും ആരംഭിച്ച് ഇതാ കടന്നു വരികയാണ്. ജന്മനക്ഷത്ര ഘോഷയാത്ര ആശ്രമ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ 3 മണിക്ക് ജന്മനക്ഷത്ര സമ്മേളനം ബഹുമാന്യനെ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ചിത് സ്വരൂപാനന്ദ അധ്യക്ഷത വഹിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ KM കൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിക്കുന്നു. അങ്ങില്ലാതൊരു നാടും അടിയനു ജീവിതമൊന്നില്ല. അങ്ങില്ലാതൊരു നാടും അടിയനു ജീവിതമൊന്നില്ല. അതിനാടകമേ എന്നും കളിയാടുകയൻ ഗുരുനാഥ. അതിനാടകമേ എന്നും കളിയാടുകയൻ ഗുരുനാഥ. ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തന്റെ 7ാമത്തെ വയസ്സിൽ ഒരു ദിവ്യ ദർശനം 1964 വെള്ളിയാഴ്ചയുടെ 1ാം അവസാനത്തിൽ
ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143ാമത് പൂരം ശുഭാനന്ദ പൂരം മാവേലിക്കര കൊട്ടാരക്കാവ് മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ. ചെയ്യണം ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ഛായാചിത്രം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രഥവാഹനത്തിന്റെ അകമ്പടി സന്യാസ പരമ്പരകളും കേന്ദ്ര ഭരണസമിതി അംഗങ്ങളും കർമ്മികളും ഭക്തജനങ്ങളും നാമസങ്കീർത്തനാലാപനത്തോടും കൊടിയും മുത്തുകുട വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടും കൂടി മഹാസമാധി സന്നിധാനത്തു നിന്നും ആരംഭിച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്ന ജന്മനക്ഷത്ര ഘോഷയാത്ര പൂരം പുണ്യപൂരം ശുഭാനന്ദ പൂരം മാവേലിക്കര കൊട്ടാരക്കാവ് മഹാസമാധി സന്നിധി ശുഭാനന്ദ ഗുരുദേവന്റെ പൂരം ജന്മനക്ഷത്ര മഹാമഹം ആഘോഷിക്കുന്നു. പൂരം പിറന്ന പുണ്യ പുരുഷൻ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാളിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്. ലോകസുഖങ്ങൾ നശിക്കുന്നതു കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. നിത്യബോധം, ജ്ഞാനബോധം, സത്യബോധം, ആത്മബോധം, ഭക്തജനങ്ങളിൽ ആധ്യാത്മികതയുടെ ആനന്ദം നൃത്തം ചവിട്ടി ശുഭാനന്ദ പൂരത്തെ ആനന്ദ സാഗരത്തിൽ ഈ പ്രകൃതിയെ പൂരം ഘോഷയാത്ര ശുഭാനന്ദ ഗുരുദേവന്റെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹത്തിന്റെ ഭാഗമായിട്ട് ഘോഷയാത്ര ഇതാ കടന്നു വരികയാണ്. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ സ്വർഗത്തിൻ മണിയറ തുറന്നു വിണ്ണിലേക്ക് നോക്കി താരകങ്ങൾ പുഞ്ചിരി തൂകുന്നു. ആ ലോക യവനിക ഉണർന്നു. ദേവഗണങ്ങളും ദൂതഗണങ്ങളും ആനന്ദ നൃത്തം ചവിട്ടുന്നു. ആ ലോകവും ഈ ലോകവും ആത്മലോകത്തിൽ ലയിച്ചു കോടാനുകൂടി സൂര്യപ്രഭ ഒത്തുചേർന്ന് പ്രകാശിക്കുന്നു. തൂണിലും തുറമ്പിലും ആരിലും ഞരമ്പിലും ഹൃദയസരസിനുള്ളിലും ദൈവം വാഴുന്നു. ആത്മബോധോദയ സംഘ സ്ഥാപകൻ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മാവേലിക്കര കൊട്ടാരക്കാവ് മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയാണ് കടന്നു വരുന്നത്. സ്വർഗപുത്രൻ ദൈവപുത്രൻ പൂരം പിറന്ന പുണ്യാത്മാവിന്റെ ജന്മം കൊണ്ട് ധന്യമായി തീർന്നു ധരണി. ആത്മബോധമായി, ജ്ഞാനബോധമായി, സത്യബോധമായി, നിഷ്കളങ്ക ജ്ഞാനമായി ഭൂമിയിൽ അവതരിച്ചു ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ഭഗവാന്റെ
143 പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ജന്മനക്ഷത്ര ഘോഷയാത്ര ഇതാ കടന്നു വരികയാണ്. പൂരത്തിന്റെ കേളികൊട്ട് ഉയർന്നു, ജ്ഞാനസൂര്യൻ ഉദിച്ചുയരുന്നു, ആത്മലോകം ആനന്ദസാഗരത്തിൽ ആറാടുകയായി. ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143 പൂരം പൊടിപൂരം കൊട്ടാർകാവ് മഹാസമാധിയിൽ ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്. മാവേലിക്കരയുടെ മഹാത്മാവ്, ഭക്ത മനസ്സുകളുടെ പുണ്യാത്മാവ്, ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143 ജന്മനക്ഷത്ര മഹോത്സവം പൂരം പിറന്ന പുണ്യാത്മാവിന്റെ പുണ്യ സമാധിയിൽ മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധിയിൽ ശുഭാനന്ദ ആദർശാശ്രമത്തിൽ പുണ്യ മഹോത്സവം 143 പൂരം ജന്മനക്ഷത്ര മഹോത്സവം പൂരം തിരുനാൾ. ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവമേ, ഒരേ ചിന്തയിലവന്റെ നാമസങ്കീർത്തനം പാടി. ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഭരണസമിതി അംഗങ്ങളും ശാഖാകർമ്മികളും സന്യാസി പരമ്പരകളും പങ്കെടുത്തുകൊണ്ട് നാമസങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കൊടി, മുത്തുക്കുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയും ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ഛായാചിത്രം എഴുന്നള്ളിച്ചുകൊണ്ട് രഥവാഹനത്തിന്റെ അകമ്പടിയോടുകൂടി മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധി സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കടന്നു വരികയാണ്. കലിയുഗ ഖഡ്ഗയുടെ പുണ്യമാഹാത്മ്യം ആത്മബോധമെന്ന നിത്യ ചൈതന്യത്താൽ ഉത്ഭവിച്ച് ഉറവ പറ്റാത്ത ആത്മീയ ജ്ഞാനത്താൽ ആത്മലോകത്തിലെത്തി ആനന്ദമായി, പരമാനന്ദമായി പരിലസിച്ച് പരന്മാരുടെ അകതാരിൽ അവതാരമായി പ്രകാശിക്കുന്ന നിത്യതയത്രേ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. ആ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143 പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു. ആത്മബോധോദയ സംഘസ്ഥാപകൻ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143 പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഭക്തി നിർഭരമായ ഘോഷയാത്ര കടന്നു വരികയാണ്. ഗുരുവുണ്ടെന്നുള്ളത് സത്യം, ആത്മാക്കളിൽ കളിയാടും എന്നുടെ ഭഗവാനേ. മനുഷ്യത്വമില്ലാത്ത മരവിച്ച മനസ്സുമായി മനുഷ്യ കോലങ്ങളായി മരിച്ചു പോകാതെ ജനനവും മരണവും അതിനിടയിലുള്ള ജീവിതവും, ഹേ മനുഷ്യ, നീ അറിയണം. നിന്നിൽ മറവായിരിക്കുന്ന അറിവുകളെ നീ അറിയണം. നീ ആരാണ്? നിന്നിലുള്ളത് ആരാണ്? സാക്ഷാൽ സർവേശ്വരൻ കുടികൊള്ളുന്ന ഹൃദയമുള്ള ഓരോ മനുഷ്യ ആത്മാക്കളെയും ആത്മബോധികളാക്കി ഞാൻ ആത്മബോധോദയ സംഘസ്ഥാപകൻ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ജന്മനക്ഷത്ര ഘോഷയാത്ര കടന്നു വരികയാണ്. മാവേലിക്കരയുടെ മണ്ണിലൂടെ ശുഭാനന്ദ ഗുരുദേവന്റെ രഥം കടന്നു വരികയാണ്. മതിമറന്നേ ഞാൻ സുഖിക്കുന്നു, അകമേ അങ്ങയെ കാണേ. മതിമറന്നേ ഞാൻ അവതാര പുരുഷനായ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ജന്മനക്ഷത്ര മഹോത്സവം പൂരം തിരുനാൾ മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധിയിൽ ആഘോഷിക്കുന്നു. സൃഷ്ടി
സൃഷ്ടിക്കുള്ളിലുള്ളതും സൃഷ്ടാവായതും ഞാൻ തന്നെ. ഞാൻ ബോധമാകുന്നു. ഞാൻ നിത്യപ്രകാശമാകുന്നു. ഞാൻ സ്വരൂപനാകുന്നു. ഞാൻ പരലോകമാകുന്നു. ഞാൻ ആത്മബോധമാകുന്നു എന്നീ അറിവുകൾ ആത്മബോധത്തിലൂടെ മാനവരിലേക്ക് പകർന്നു നൽകിയ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ഭഗവാന്റെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാൾ മഹാസമാധിയെ ആഘോഷിക്കുന്നു. യാഗം, മതം, വർഗം, കർമ്മ, വെളുപ്പ്, ദേശം, ഭാഷ, സംസ്കാരം ഉള്ളവനും ഇല്ലാത്തവനും ഇത് എന്ത് ലോകം? എല്ലാത്തിനെയും ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണുക പഠിപ്പിക്കുക സത്യാദർശം. ഇത് ആത്മലോകത്തിന് ലഭിച്ച അത്ഭുത ദർശനം. ആത്മബോധ സംഘം കളിയാട്ടം കാണുകയും ചെയ്തു. ആറ്റുഗർഭപ്പൂവിന്റെ പുതുമയെ വെല്ലുന്ന വെൺമതി രചിതമായ ഒരു നിർമ്മല പ്രകാശം പ്രപഞ്ചം മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. ഒരേ ഒരു നക്ഷത്രം ആകാശവേദിയിൽ ക്രമേണ വിവിധ വർണ്ണങ്ങളിൽ കൂടി രൂപാന്തരം പ്രാപിച്ചു. അടുത്തടുത്ത് വന്നു ഗുരുദേവനെ വലയം ചെയ്യുന്ന നീലവൃത്താകൃതിയിൽ പ്രകാശിച്ചു. ഹൃദയം കലിക പോലെ മിന്നുന്നതായി, പ്രാണബലം ഹിമാലയം പോലെ വളരുന്നതായും, ജ്ഞാനവിജ്ഞാനം അലമാലകൾ പോലെ പെരുകുന്നതായും, ആത്മാവ് സർവേശ്വര ശക്തിയിൽ സ്ഥിതി കൊള്ളുന്നതായും, ഉള്ളിലെ സുഖം തേൻകട്ട പോലെ മധുരിക്കുന്നതായും ഗുരുദേവന് തോന്നി. നിത്യശാന്തി അനുഭവിച്ച ആ അനുർവചന അനുഭവ വിശേഷം 3 രാപ്പകൽ നീണ്ടു. ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143ാമത് പൂരം തിരുനാൾ മഹോത്സവം. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആത്മബോധോദയ സംഘം ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ 143ാമത് ശുഭാനന്ദ പൂരം മാവേലിക്കര കൊട്ടാർകാവ് മഹാസമാധി സന്നിധിയിൽ ആഘോഷിക്കുന്നു. പൂരം ജന്മനക്ഷത്ര മഹാമഹം
പൂരം തിരുനാൾ. ദേഹവും ലോകവും വിട്ടുപോയ ആത്മസ്വരൂപനിൽ ചെന്നു ചേരും ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. കർമ്മങ്ങൾ ചെയ്യണം. ബ്രഹ്മശ്രീ ഗുരുദേവ തിരുവടികളുടെ ഛായാചിത്രം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രഥവാഹനത്തിന്റെ അകമ്പടി. സന്യാസി പരമ്പരകളും കേന്ദ്ര ഭരണസമിതി അംഗങ്ങളും ശാഖാ കർമ്മികളും ഭക്തജനങ്ങളും നാമസങ്കീർത്തനാലാപനത്തോടും കുടി മുത്തുകുട വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടും കൂടി മഹാസമാധി സന്നിധാനത്ത് നിന്നും ആരംഭിച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്ന ജന്മനക്ഷത്ര ഘോഷയാത്ര. പൂരം, പുണ്യപൂരം, ശുഭാനന്ദ പൂരം. മാവേലിക്കര കൊട്ടാരകാവ് മഹാസമാധി സന്നിധിയിൽ ശുഭാനന്ദ ഗുരുദേവന്റെ പൂരം ജന്മനക്ഷത്ര മഹാമഹം ആഘോഷിക്കുന്നു. പൂരം പിറന്ന പുണ്യപുരുഷ ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ 143ാമത് പൂരം ജന്മനക്ഷത്ര മഹാമഹം പൂരം തിരുനാളിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്. ആത്മനാഥൻ വന്നുണർക്കമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആനന്ദ ചൈതന്യം നിത്യബോധം, ജ്ഞാനബോധം, സത്യബോധം, ആത്മബോധം. പൂരം പിറന്ന പുണ്യ ആത്മാ ഭക്തലോകം ദേവലോകമാക്കി ദേവാദിദേവൻ എഴുന്നള്ളി വരുന്നു. മാവേലിക്കര കൊട്ടാരകാവ് മഹാസമാധി പൂരം പൂരമാക്കിക്കൊണ്ട് ആനന്ദ പൂരമാക്കിക്കൊണ്ട് പൂരമാക്കിക്കൊണ്ട് കൊട്ടും പുരവേ കലിയുടെ നാമസങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ആധ്യാത്മികതയുടെ ആനന്ദം ചുരുട്ടി ശുഭാനന്ദ പൂരത്തെ ആനന്ദ സാഗരത്തിൽ സ്വർഗപുത്ര ദൈവപുത്ര പൂർണ്ണം പിറന്ന പുണ്യാത്മാവിന്റെ ശ്രദ്ധയ്ക്ക് ആ സമയത്തിന് പ്രദക്ഷിണ വഴിയിൽ ഭക്തജനങ്ങളുടെ കൂട്ടം കൂടി നിൽക്കുന്നു. അവരെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തേണ്ടതാണ്.
പിതാവിന്റെ ഛായാചിത്രം ആ സമയത്ത് പ്രദക്ഷിണം വയ്ക്കുകയാണ്. ആ പ്രദക്ഷിണ വഴി നിൽക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളോട് മാറി നിൽക്കണമെന്ന് ഗുരുനാമത്തിൽ അറിയിക്കുന്നു.